ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ റമദാനൊക്കെ അല്ലേ വരുന്നത്. പൊരിച്ചടിയൊക്കെ ഉണ്ടാക്കണവർക്ക് സ്പെഷ്യലായിട്ട് അധികം ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മസാലക്കൂട്ടാണ് കേട്ടോ ഈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആ കൂട്ടുണ്ടാക്കി വെച്ചാൽ എപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കിയെടുത്താലും മതി. ഞാൻ ഈ ദോശയിലാക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ അന്നൊക്കെ ഉള്ളത് അന്നാന്ന് തന്നെ ദോശയിലുണ്ടാക്കി റെഡിയാക്കി എടുക്കുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ അതിൻ്റെ പാക്ക് വാങ്ങിക്കാണ്ട് ഉണ്ടാക്കുമല്ലോ സീറ്റ്, അതായിട്ട് നമുക്ക് ഫീസറിൽ ഒക്കെ റെഡിയാക്കി വെച്ചുകാണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് അതിൽ കൂട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അതിന് വല്യുള്ളി കട്ടാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പച്ചച്ചോയൻ്റെ കുത്തൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടെ തന്നെ ഇട്ട് കൊടുത്തത്. പിന്നെ മല്ലിൻ്റെ ഇല, കരിവേപ്പിൻ്റെ ഇല, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, അതിന് ശേഷം സ്പെഷ്യലായിട്ട് ഉള്ളിത്തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഉള്ളിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. സ്പ്രിങ് ഓനിയൻ എന്ന് പറഞ്ഞതും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉള്ളിത്തണ്ട് തന്നെയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ സ്പ്രിങ് ഓനിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചെറിയ തണ്ടുണ്ടല്ലോ, അത് ചീരുള്ളിൻ്റെ തണ്ടാട്ടോ. അതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അധികം ഒന്ന് വെന്ത് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ആരുള്ള ബീഫ് ഉണ്ടായിരുന്നു, അത് വേവിച്ച് ആ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് വേവിച്ചിട്ട് നല്ല ഉലർത്തിയതിന് ശേഷം മിക്സിയിലൊന്ന് കറക്കിയെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ഇന്നലെ ചെയ്തെടുത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു, ഫീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ അത് ഇതിലേക്ക് കൊട്ടി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഉപ്പും എരിവൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഈ കൂട്ടിലേക്ക് കൂടി ചേർത്തിട്ടുള്ള ഉപ്പും എരിവും ഇടണം. നമ്മൾ മസാലയിൽ ആണ് ആ ഉപ്പും എരിവൊക്കെ വേണ്ടത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സമൂസയും കട്ട്ലേറ്റും പൊറാട്ട റോളും സ്പ്രിങ് റോളും പിന്നെ ഒന്നും അല്ലാതെ തന്നെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഞാനങ്ങനെ നോമ്പിന് ഇച്ചിരി പൊരിച്ച കടി ഉണ്ടാക്കലില്ലെങ്കിലും അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് നോമ്പിൻ്റെ മുന്നോടിയായിട്ട്. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പും എരിവൊക്കെ കറക്റ്റാണോ എന്ന്. അതിൻ്റെ ശേഷമാണ് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ചേർത്തിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ, അതൊക്കെ അവനാൻ്റെ ഇഷ്ടമാണ്. ഇനി നല്ലോണം ഒന്ന് അമർത്തി വെച്ചിട്ട് നമ്മൾ ഈ ഇറച്ചിക്ക് ഉള്ളിൻ്റെയും നമ്മളെ പച്ചമുളകിൻ്റെയും കല്ലിൻ്റെയും നമ്മളിട്ട എല്ലാ മിക്സ്ഡ് സാധനങ്ങൾക്കുള്ള ഇതും അതിലേക്ക് പിടിച്ചാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്, ചെറിയ തീ മതി, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി. അപ്പോൾ ഉള്ളിൽ നമ്മൾ കുറച്ച് അധികം എണ്ണ ഒഴിച്ച് കൊടുത്തില്ല. നമ്മൾ മസാലക്കൂട്ട് ഉണ്ടാക്കുമ്പോൾ അധികം എണ്ണ ഒഴിച്ച് കൊടുത്താൽ പൊരിച്ച കടികൾക്ക് പൊട്ടി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എത്രയും നമുക്ക് അതിൽ എണ്ണ കുറക്കാൻ പറ്റണോ അത്രയും കുറച്ചെടുക്കട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ഇത് ചൂടാറിൻ്റെ ശേഷം നമുക്ക് നമ്മളെ കൂട്ടുകളൊക്കെ നിറച്ച് റെഡിയാക്കി കൊടുക്കാം. ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീസറിൽ കൊടുത്ത് കൊടുക്കുക. ഇതൊക്കെയാണ് പൊറാട്ട റോളും ചിക്കൻ റോളും ബോക്സും ഒക്കെ. പിന്നെ ഇനി ഒരു വെറൈറ്റി സാധനം വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പൊരിച്ച് റെഡിയാക്കി എടുക്കണം. ഇതിൽ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഞാൻ കാണിക്കണം. ഇത് നിങ്ങൾക്ക് എത്ര അടുക്ക് വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ മാവിൻ്റെ കൂട്ട് നമ്മൾ ഒരു ഗ്ലാസ് മൈദക്ക് ഒരു മുട്ട എന്നുള്ള കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഉപ്പും മാത്രം ഇട്ട് അടിച്ചു കൊടുക്കുക. പച്ചമുളകും മല്ലിൻ്റെ ഇലയും ഒക്കെ അരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കുട്ടിയും കൂടി തിന്നാനുള്ളതും അതുമാതിരി മൂത്തവൾക്ക് ഇപ്പോൾ എരിവൊന്നും വല്ലാതെ പറ്റുന്നില്ല, അവളൊരു ഗർഭിണിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അത് അവൾ കൂടി കഴിക്കാൻ മാട്ടുന്നതുകൊണ്ടാണ് ഈ കൂട്ടിൽ അതൊന്നും ചേർക്കാത്തത്. ഇതേ കൂട്ടിങ്ങൾക്ക് ഉണ്ടാക്കിക്കാണ്ട് നമ്മൾ ഇറച്ചിപ്പത്തിരിയും ഇതേപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മൾ ചട്ടിപ്പത്തിരിൻ്റെ കൂട്ടില്ല മധുരമുള്ള അങ്ങനെ റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അടുക്കാക്കി കാണി അതിൻ്റെ മുന്നേ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരെന്നുവെച്ചെങ്കിൽ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കൂട്ടുകൊണ്ടുള്ള പരിപാടികൾ. ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് നമ്മൾ റോസ്റ്റിങ്ങിൽ വെച്ചുകൊണ്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്ന് എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും വിചാരിക്കുള്ളൂ. ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നോമ്പല്ലേ, പൊരിച്ചാടി ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇത് കിടന്ന് ഇങ്ങനെ കറങ്ങും. ഇനിയിപ്പോൾ എത്ര അടുക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സിസ്റ്റം. അതുമാതിരി മുട്ടിയിൽ മുക്കിക്കാണ്ടുള്ള ബ്രെഡ് റോസ്റ്റിങ്ങും ഒക്കെ
ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ അധികം ആൾക്കും ഈ ബ്രെഡ് റോസ്റ്റിങ്ങിൽ പിന്നെ ത്രികോണം പോലെ ആക്കണേക്കാട്ടിയും എനിക്ക് ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഒന്ന് 8 പീസാക്കണ കോലത്തിലാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.